ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ചപ്പാത്തി മുട്ടക്കറിയാണ്. അത് മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ചപ്പാത്തിക്കുള്ള ഗോതമ്പ് പൊടി, ആശീർവാദിൻ്റെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് എണ്ണയും ഉപ്പും ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് കുഴച്ച് റെഡിയാക്കിയിട്ട് കാണിക്കാം. നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇത് ഇവിടെ ഇരിക്കട്ടെ. ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ അതിലോട്ട് ഒരു ചെറിയ തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കാൻ പോകും. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കണം. ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഇതിന് വേണ്ടുന്ന മസാലയൊക്കെ ചേർക്കാൻ പോകും. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയും തന്നെ ചിക്കൻ മസാല ഇത് കുറച്ചും കൂടി ഇട്ടു. ഇത്രയും ഗരം മസാല, ഇവിടെ പൊടിച്ച മസാല. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും. ഉപ്പ് ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ഇതിന് വേണ്ടുന്നത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് പെട്ടെന്ന് വേകാൻ വേണ്ടി ഞാനിത് ഒരു കുക്കറിലോട്ടിടാൻ പോകാം. ഇതെല്ലാം നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇതിന് ഗ്രേവിക്ക് വേണ്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് ഇത് 2 വിസിൽ വരുന്നവരെ ഇരിക്കട്ടെ. കറിക്കുള്ള ഉള്ളിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ പുഴുങ്ങി വെച്ച മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞ് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കണ്ടിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇത് 5 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇനി ഞങ്ങൾ ചപ്പാത്തിക്കുള്ള ചൂടാക്കിയിട്ടുണ്ട്. നമ്മുടെ ചപ്പാത്തി ഇവിടെ മൂത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ചപ്പാത്തിയാണ്. ആദ്യം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകുന്നവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയത്. നല്ല കറിയും റെഡിയായി, ചപ്പാത്തിയും റെഡിയായി. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, മുട്ടക്കറി, പഴം, പിന്നെ കട്ടൻ ചായയാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്.